നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ലോസിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പല ആൾക്കാരും കർശനമായിട്ടുള്ള ഡയറ്റ് എടുത്തും ശരിയായിട്ടുള്ള കലോറി നോക്കാതെയും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെയൊക്കെയാണ് ഡയറ്റ് ചെയ്യുന്നതും വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നതും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് കലോറി ഒക്കെ നോക്കിയിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ജേണി ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേണി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിയ സീഡാണ്. ചിയ സീഡിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതും സ്വാഭാവികമായിട്ടും ചിയ സീഡ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് കുടിക്കുന്നത്. പക്ഷെ ഇതുപോലെയല്ല, ചിയ സീഡ് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ റെസിപ്പീസിന്റെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് പറ്റും. ചിയ സീഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചില റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. കൂടാതെ നമ്മൾ ഈ ചിയ സീഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിയ സീഡ് അപകടകാരിയാവാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ച് വെയിറ്റ് ലോസിന് ചിയ സീഡ് ഉപയോഗിക്കേണ്ടതെന്നും ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ചിയ സീഡ് ഉപയോഗിച്ചുകൂടാ, ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചിയ സീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കുണ്ടാവുന്ന ക്രേവിങ്സ് ഇല്ലേ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഒരു തോന്നല്, ആ ഒരു തോന്നല് തടയാനായിട്ട് ചിയ സീഡിന് സാധിക്കും. കാരണം അതിൽ ഈ പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോയിട്ടുള്ള ഈ സ്നാക്കിങ് നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ചിയ സീഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിയ സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ചിയ സീഡ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ബ്രെയിൻ ഫങ്ഷനിങ്ങിനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും പ്രത്യേകിച്ച് കൊഴുപ്പിന്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഹോർമോണുകളൊക്കെ ബാലൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇനി ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ആയിക്കോട്ടെ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, അയൺ, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു 10 ഗ്രാം ഫൈബറും 5 ഗ്രാം പ്രോട്ടീനും കിട്ടുന്നതാണ്. അപ്പൊ നല്ലൊരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീന്റെ ഒരു ഉദാഹരണമാണ് ചിയ സീഡ്. ചിയ സീഡിൽ സൊലൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ചിയ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചിയ സീഡിന്റെ ചുറ്റും ഒരു ജെല്ല് പോലത്തെ ഒരു കോട്ടിങ് വരുന്നത്. ശരിക്കും ഇങ്ങനത്തെ ഒരു കോട്ടിങ് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിയ സീഡ് കുടിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ട് കഴിക്കുമ്പം നമ്മുടെ തൊണ്ടയിലൊക്കെ ഇത് കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവും. കാരണം ഇത് വെള്ളം ഉണ്ടെങ്കിൽ ഇത് വലിച്ചെടുത്തിട്ട് ഇതുപോലൊരു ജെല്ലായിട്ട് അത് വലുതാവും. അപ്പൊ നമ്മളിത് ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ കുടുങ്ങി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ചിയ സീഡ് ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിയ സീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിയ സീഡ് കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്കും അല്ലെങ്കിൽ ഷുഗർ ക്രാഷും ഒന്നും ഉണ്ടാവുന്നില്ല. ഈ ഷുഗർ ക്രാഷ് ഉണ്ടാവുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്രേവിങ്സ് വരും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നലുണ്ടാവും. അപ്പോൾ ഈ ചിയ സീഡ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്രേവിങ്സ് ഒക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബറും പ്രോട്ടീനും ചിയ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് ഈ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു തോന്നൽ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കേണ്ട ശരിയായിട്ടുള്ള സമയം എപ്പോഴാണെന്നറിയോ, നമ്മളൊരു മിഡ് ഡേ സ്നാക്ക് ആയിട്ട്, അതായത് നമ്മുടെ വിശപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സമയം ഉച്ച സമയമാണ്. അപ്പം നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ള ഒരു സമയം ഉച്ചയ്ക്കാണ്. അപ്പം നമ്മളൊരു ഉച്ച ഭക്ഷണത്തിന്റെ ഒരു 2 മണിക്കൂർ മുന്നേ, ഏകദേശം ഒരു 11 മണി സമയത്ത് നമ്മൾ ഈ ചിയ സീഡ് വെള്ളത്തിൽ കലക്കിയിട്ടും അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന ചിയ സീഡ് കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിയ സീഡ് ഉണ്ടാക്കിയിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ചിയ സീഡ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതായത് ചിയ സീഡ് കൊണ്ടുണ്ടാകുന്ന കുറച്ച് റെസിപ്പീസ് കൂടി നമുക്ക് പറയാം. ആദ്യം തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്കിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. അതൊരു 2 മണിക്കൂർ മിനിമം എന്തായാലും നമ്മൾ ചിയ സീഡ് കുതിർക്കാനായിട്ട് വെക്കണം. ഇനി എത്ര ടീസ്പൂൺ ചിയ സീഡ് ഉപയോഗിക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ചിയ സീഡിലാണ് നമ്മൾ 10 ഗ്രാം ഫൈബറും 5 ഗ്രാം പ്രോട്ടീൻ്റെ കണക്കൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഉപയോഗിച്ചാൽ മതി. കാരണം ഈ ചിയ സീഡിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട്
ചിയ സീഡ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയേക്കാം. അതുകൊണ്ട് ഒരു സേഫ് ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. പിന്നെ തുടങ്ങുവാണെങ്കിൽ, ആദ്യമായിട്ട് ചിയ സീഡ് ഉപയോഗിച്ച് തുടങ്ങുവാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ തന്നെ മതി. 1 ടീസ്പൂൺ കഴിച്ച് നോക്കിയിട്ട് നമ്മുടെ ശരീരം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ പതുക്കെ അത് 1 ടേബിൾ സ്പൂണിലേക്കൊക്കെ ആക്കിയാൽ മതിയാകും. ചിയ സീഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ വെയിറ്റ് ലൂസിന്റെ സമയത്തൊക്കെ ഓട്സ് കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓട്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുതിർത്ത് വെച്ച ചിയ സീഡ് ഈ ഓട്സിൽ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അതൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് പോലെ നമ്മൾ ഈ ചിയ സീഡ് കുതിർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ വെയിറ്റ് ലോസിന്റെ സമയത്ത് പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പാലില് ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പാലിൽ ചിയ സീഡ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക, പട്ട, പിന്നെ മധുരത്തിനായിട്ട് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ട് നമുക്കൊരു ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഡ്രിങ്ക് അല്ല, നമുക്ക് ഒരു സ്നാക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് പഴം കട്ട് ചെയ്തത് ചേർക്കാം. അല്ലെങ്കിൽ ബെറീസ്, ബ്ലൂബെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ടും അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ഡ്രൈ ആയിട്ട് ചിയ സീഡ് നമ്മുടെ ഫുഡിന്റെ മേലെ ആണെങ്കിൽ പോലും ഇങ്ങനെ ചുമ്മാ ഒന്ന് വെതറി കഴിക്കുന്നത് പോലും നമുക്ക് അത്ര സേഫ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് കുതിർത്തിട്ട് കഴിക്കുവാണ് എപ്പോഴും നല്ലത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ഈ ചിയ സീഡ് ആർക്കൊക്കെ കഴിച്ചൂടാന്നുള്ളത് കൂടി നോക്കാം. ചിയ സീഡ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അളവിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 ടീസ്പൂണിൽ അധികമായിട്ട് ഒക്കെ ചിയ സീഡ് കഴിക്കുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഷുഗർ ലെവലും BP ലെവലും ഒക്കെ കുറയാനൊക്കെ കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ സേഫായിട്ട് 1 ടേബിൾ സ്പൂണിൽ അധികമായിട്ട് കഴിക്കാതിരിക്കുവാണ് നല്ലത്. കാരണം കൂടുതൽ കഴിക്കുമ്പോൾ ചില ആളുകളിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ശോധനയ്ക്കൊക്കെ സഹായിക്കുന്നതാണ്. ശോധനയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ശോധന എളുപ്പമായി തുടങ്ങാറുണ്ട് ചിയ സീഡൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ. ചിയ സീഡ് അധികമായിട്ട്, അത് 2 ടേബിൾ സ്പൂണിലൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില ആളുകളിൽ വയറ് വീർപ്പ്, ദഹനം ശരിയായിട്ട് നടക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ശോധന ഉണ്ടാകുക. കാരണം ഇതിൽ ധാരാളം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട്. അപ്പൊ അത് കൂടി ശ്രദ്ധിക്കുക. കൂടുതലായിട്ടുള്ള അളവിൽ ഉപയോഗിക്കാതിരിക്കുക. IBS പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിയ സീഡ് ഉപയോഗിക്കുമ്പം കൂടുതൽ ശ്രദ്ധിക്കുക. ഇതുപോലെ വയറ് കൂടുതലായിട്ട് ഇളകി പോകാനൊക്കെ കാരണമായേക്കാം. പിന്നെ ചിലരിൽ അലർജി, ചിലർക്ക് ചിലപ്പം ചിയ സീഡ് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കുവാണെങ്കിൽ വളരെ കുറഞ്ഞ അളവ് 1 ടീസ്പൂണൊക്കെ ചിയ സീഡ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം 1 ടേബിൾ സ്പൂണിലേക്കൊക്കെ പോകാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി പറയാം. ചിയ സീഡ് മാത്രം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാവില്ല. ശരിയായിട്ടുള്ള എക്സസൈസ്, വ്യായാമവും ഡയറ്റും കലോറി നോക്കിയിട്ടുള്ള ഡയറ്റും നിർബന്ധമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ വെയിറ്റ് ലോസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ ചിയ സീഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഡ്രൈ ആയിട്ട്, ഇത് കുതിർക്കാതെ 2 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാതെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ്. നിങ്ങൾ മുന്നേ ചിയ സീഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കൂടി അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്